നമ്മൾ ജീവിച്ചപ്പോൾ ചെയ്ത പ്രതിഫലങ്ങളും പുണ്യങ്ങളും നമുക്ക് അനുഭവിക്കണ്ടേ, മറ്റുള്ളവർക്ക് ഭാരമാവാതെ ജീവിക്കണ്ടേ. അവിടെ പോകണം. ആ പോകാനുള്ള മനസ്സ് മരണത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മളെ മനസ്സിൽ വരുന്നൊരു കാര്യം, നമുക്കിതിനോടൊക്കെ അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കൾ. ഇപ്പം നമ്മൾ ഓടുകയാണ്, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഓടുകയാണ്, പൈസ ഉണ്ടാക്കാനും സമ്പന്നത ഉണ്ടാക്കാനും ഉന്നത ഉയരങ്ങളിലേക്ക് എത്താനും ഓടുകയാണ്. ഒരു കാര്യം ആലോചിക്കുന്നത്, വലിയ മുതലാളി യാത്ര ചെയ്യുമ്പോൾ അവൻ ബിസിനസ് ക്ലാസ്സിലായിരിക്കും ഫ്ലൈറ്റിലുണ്ടാവുക, ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടലായിരിക്കും അവൻ്റെ താമസം, അവൻ്റെ കിടക്കകൾക്ക് ആ മാർദ്ദവത്വം ഉണ്ടാവും, അവൻ്റെ വസ്ത്രങ്ങൾക്ക് ആ മിനുസമുണ്ടാവും, അവൻ്റെ വാച്ചിനും ഫോണിനും എല്ലാം മെച്ചുണ്ടാവും. എന്താ സുഹൃത്തുക്കളെ, കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ്. ഇനിയിപ്പോൾ എന്ത് സൗകര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ആ നിശ്ചലമായി കിടക്കുന്നവൻ അനുഭവിക്കാൻ പറ്റില്ല. ഫ്രീസറിലെ ശക്തമായ തണുപ്പ് പോലും അയാൾ അനുഭവിക്കില്ല സുഹൃത്തുക്കളെ, ഒന്നും അനുഭവിക്കില്ല. അതുകൊണ്ട് ഒരു നിമിഷം, അടുത്ത നിമിഷം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നേടാൻ പറ്റാത്തൊരു നിമിഷമാണ് മരണം. ആശുപത്രി കിടക്കുമ്പോൾ പോലും നമുക്ക് നല്ല ഫെസിലിറ്റികൾ കിട്ടും, പൈസക്കനുസരിച്ചിട്ട് കിട്ടും. എന്നാൽ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരേ സൗകര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സമ്പന്നമായി ഇവിടെ ജീവിച്ചതുപോലെ വേദനകളില്ലാതെ, വിഷമങ്ങളില്ലാതെ, നൊമ്പരങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ മരിച്ചിട്ട് കിടത്തുമ്പോഴും നല്ല ആർഭാടകരമായി നമ്മളെ കിടത്താൻ നമ്മളൊന്ന് ഒരുങ്ങണം. അത് ഇവിടുന്ന് ഒരുങ്ങണം. അതെങ്ങനെ ഒരുങ്ങണം എന്നറിയോ? ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാനും ഫ്ലൈറ്റിൽ ഇരട്ടി പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനും കൊടുത്ത അതേ ആവേശം, അതേ പണം ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്ക് നിക്ഷേപിക്കണം, ഒരുങ്ങണം. അവിടുത്തെ ബെഡ് ഇവിടുന്ന് വാങ്ങണം, അവിടുത്തെ വീട് ഇവിടുന്ന് നിർമ്മിക്കണം. അത് മനസ്സിൽ ഓർമ്മയില്ലാതെ പോയാൽ ഈ പണമൊക്കെ ഇവിടെ ഇട്ട് ഇതുവരെ അനുഭവിച്ച എല്ലാ സുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു കുടിലിൽ അനുഭവിക്കുന്നവൻ പോലും അനുഭവിക്കാത്ത അതീവമായ ദുരിതങ്ങളിലൂടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും.